കഥ തുടരുന്നു. അടുത്ത നിമിഷം ഒരു ഭയങ്കര ശബ്ദത്തോടെ വാതിൽ തകർന്നു വീണു. അതിന് മുകളിലൂടെ മാർത്താണ്ഡൻ അകത്തേക്ക് വന്നു, യാതൊരു തിടുക്കവുമില്ലാതെ. അലക്സ് വേഗം ഫോൺ മടിയിൽ വെച്ചു. മാർത്താണ്ഡ, ഇറങ്ങട പുറത്ത്, അലക്സ് കൈ ചൂണ്ടി. മാർത്താണ്ഡൻ പുകയിലക്കറ പറ്റിയ പല്ലുകൾ കാട്ടി ചിരിച്ചു. കൊന്നു തീർക്കാന് ഉത്തരവ് കിടച്ചിതർക്കും വേലയും മുടിക്കാമേ തിരുമ്പി പോകവാ. നല്ല കഥയാ പോച്ച്. അലക്സ് തോമസിന്റെ ഈ മകൾ വല്ലാതെ വെട്ടി. ഞൊടിയിടയിൽ ഒരു പുലിയെപ്പോലെ മാർത്താണ്ഡൻ പാഞ്ഞു വന്നു. കവിളടക്കം ഒറ്റയടി. വീട് വട്ടം കറങ്ങുന്നത് പോലെ തോന്നി അലക്സിന്. അടുത്ത സെക്കൻഡിൽ മാർത്താണ്ഡൻ അലക്സിന്റെ കഴുത്തിലും മുണ്ടിന്റെ കുത്തിലും അമർത്തിപ്പിടിച്ചു. അലക്സിനെ തന്റെ തലയ്ക്ക് മീതെ ഉയർത്തി പിന്നെ വട്ടം കറക്കി ഒരേറ്. വല്ലാത്തൊരു ആർത്തനാദത്തോടെ അലക്സ് പറന്നു ചെന്നു ഭിത്തിയിൽ ഇടിച്ചു വീണു. അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ തോന്നി അയാൾക്ക്. എഴുന്നേൽക്കാനായില്ല. പച്ചയപ്പനും ഒപ്പം വന്നവരും അകത്തെത്തി. പച്ചയപ്പൻ മാർത്താണ്ഡനെ നോക്കി ഒരാംഗ്യം കാട്ടി. അയാൾ അലക്സിനെ വലിച്ചുയർത്തി തീന്മേശക്കരികിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്ന കസേരയിൽ ഇടിച്ചിരുത്തും പോലെ ഇട്ടു. കൈകൾ ബലമായി പിടിച്ചു മേശപ്പുറത്തേക്ക് വെച്ചു. പച്ചയപ്പൻ ഒരു പ്ലാസ്റ്റിക് ഫയൽ തുറന്നു. കുറേ മുദ്രപത്രങ്ങളും ഒരു പേനയും അലക്സിന്റെ മുന്നിലേക്ക് വെച്ചു. ഒപ്പിട്ടേരെ അലക്സേ. ഇല്ല. ഞൊടിയിടയിൽ അലക്സ് ആ മുദ്രപത്രങ്ങൾ വലിച്ചു കീറി. പച്ചയപ്പന്റെ മുഖം ക്രൂരമായി. നായേ. അയാൾ അലക്സിന്റെ കവിളുകളിൽ മാറി മാറി അടിച്ചു. പിന്നെ ഗുണ്ടകളോട് അലറി. കൊണ്ടുവാടാ ഇവന്റെ ഭാര്യയും മക്കളെയും. എന്നിട്ട് ഇവന്റെ മുന്നിൽ വച്ച് തന്നെ തുണി വലിച്ചുരിയ്. മുദ്രപത്രങ്ങൾ ലോറിയിലുണ്ട്, വേണ്ടുവോളം അതും എടുത്തോ. ഗുണ്ടകൾ ഓരോ മുറിയിലേക്കും പാഞ്ഞു കയറി. മാർത്താണ്ഡൻ അലക്സിന്റെ തല മേശപ്പുറത്ത് ഇടിച്ച് അമർത്തി. അയാളുടെ നെറ്റി പിളർന്നു. മേശയിലേക്ക് ചോര ചീറ്റിപ്പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഗുണ്ടകൾ മടങ്ങിയെത്തി. ഇങ്ക വേറെയാരില്ല മുതലാളി. എങ്കിലവർ രക്ഷപ്പെട്ടിരിക്കും. വിടരുത്. തോട്ടം മുഴുവൻ അരിച്ചു പെറുക്ക്. ഗുണ്ടകൾ പുറത്തേക്ക് കുതിച്ചു. മാർത്താണ്ഡനും. പച്ചയപ്പൻ വാതിൽക്കിലേക്ക് മാറി കരുതലോടെ നിന്നു. ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ അലക്സ് മടിയിൽ നിന്ന് ഫോൺ എടുത്തു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ അപകടത്തിലാണ്, രക്ഷിക്കണം ആദി. മെസ്സേജ് കിട്ടുമ്പോൾ ആദി വണ്ടിപ്പെരിയാറിലായിരുന്നു. നിരാഹാര സമരപ്പന്തലിൽ ജയന്തന്റെ അരികിൽ ലിജോയും സാജനും ഉണ്ടായിരുന്നു കൂടെ. മെസ്സേജ് വായിച്ചതും ആദിയുടെ മുഖം മുറുകി. അലക്സ് തോമസിനെ അവൻ ഓർത്തു. തനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഖമാണത്. ആദി ചാടി എഴുന്നേറ്റു. ആ ഭാവമാറ്റം കണ്ട് സമരപ്പന്തലിൽ ഉണ്ടായിരുന്നവർ അമ്പരന്നു. എന്തു പറ്റി ആദി? ജയന്തൻ ഉദ്യോഗത്തിന് തിരക്കി. വന്നിട്ട് പറയാം. അവൻ വെട്ടിത്തിരിഞ്ഞു. സാജ, ജീപ്പ് എടുക്കടാ. ലിജോ, നീയും വാ. സംഗതി സീരിയസ് ആണെന്ന് അവർക്കും മനസ്സിലായി. മൂവരും ജീപ്പിൽ ചാടിക്കയറി. ശരം പോലെ അത് പാഞ്ഞു. താനിങ്ങനെ ജീവിച്ചിരിക്കാൻ പോലും കാരണക്കാരൻ അലക്സ് തോമസ് ആണെന്ന് ആദി ഓർത്തു. അയാൾ തന്ന ചോരയാണ് തൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. ലിസിയമ്മയുടെ ശുശ്രൂഷയും തനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരമ്മയേക്കാൾ വാത്സല്യത്തോടെ. ആദി, ലിജോയുടെ ശബ്ദം അവനെ ഉണർത്തി. എന്താണ് പ്രശ്നം? അവൻ കാര്യം ചുരുക്കി പറഞ്ഞു. കുമളിയിലെ നമ്മുടെ ടീമിനെ കൂടി വിളിക്കണോടാ. ലിജോ ഫോൺ എടുത്തു. വേണ്ട, കൂടുതൽ ആൾ പോയാൽ കുഴപ്പമാ. ആരെങ്കിലും അവിടെ പിടിയിലായാൽ, അതും ഈ നേരത്ത്. 15 മിനിറ്റ് കൊണ്ട് അവർ കുമളിയിലെത്തി. ചെക്ക് പോസ്റ്റിൽ നിന്ന പരിചയക്കാരനായ പോലീസുകാരൻ അവരെ തടഞ്ഞു. അങ്ങോട്ട് പോകണ്ട ആദി. തമിഴ്നാട്ടിലെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. കേരള രജിസ്ട്രേഷനുള്ള വാഹനം കണ്ടാൽ മതി അവർക്ക്. അതൊന്നും സാരമില്ല സാറേ, അത്രയ്ക്ക് അത്യാവശ്യമാ, പോയേ പറ്റൂ. മനസ്സില്ലായ്മയോടെ പോലീസുകാരൻ ക്രോസ് ബാർ ഉയർത്തി. ഹെയർ പിൻ വളവുകൾ വെട്ടിത്തിരിഞ്ഞ് ജീപ്പ് പാതാളത്തിലേക്ക് എന്ന വണ്ണം ലോവർ പെരിയാറിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. ആ നേരത്ത് അലക്സ് തോമസിന്റെ മുന്തിരിത്തോട്ടത്തിൽ പേ പിടിച്ച നായ്ക്കളെ പോലെ ടോർച്ചുമായി ചുറ്റും തിരയുകയായിരുന്നു മാർത്താണ്ഡനും ഗുണ്ടകളും. വെളിച്ചത്തിന്റെ നേർരേഖകൾ നെടുകയും കുറുകയും പാഞ്ഞു. വിടാതിങ്കെ അന്ത അറിവുകെട്ട പശങ്ങളെ, മലയാളത്താൽ നായ്ക്കളെ. ഇടയ്ക്കിടെ പുലി മുരളുന്നത് പോലെ മാർത്താണ്ഡൻ പറഞ്ഞുകൊണ്ടിരുന്നു. അണ്ണേ, പെട്ടെന്നൊരു ഗുണ്ട വിളിച്ചു. അവങ്കെ ഇങ്ക ഇറുക്കാങ്കെ. മാർത്താണ്ഡൻ അലർച്ചയോടെ അവിടേക്ക് കുതിച്ചു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു മുന്തിരിത്തോട്ടങ്ങൾ വേർതിരിക്കുന്ന മൺതിട്ടയ്ക്കപ്പുറത്ത് ഭയന്നു കൂടിയിരിക്കുന്ന ലിസിയമ്മയും പെൺമക്കളും. മമ്മി. പെൺമക്കൾ ലിസിയെ അള്ളിപ്പിടിച്ചു. മാർത്താണ്ഡൻ മഹാമേരു പോലെ അവർക്ക് മുന്നിൽ വളർന്നു നിന്നു. വാ വാ, അയാൾ കയ്യാട്ടി വിളിച്ചു. മൂവരും ഒന്നുകൂടി ചുരുങ്ങി. അടുത്ത നിമിഷം പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ മാർത്ത വലിച്ചുയർത്തപ്പെട്ടു. മമ്മി. മാർത്താണ്ഡന്റെ കൈകളിൽ കിടന്ന് അവൾ വിലപിച്ചു. മാർത്താണ്ഡൻ ക്രൂരമായി ചിരിച്ചു. വിടടാ അവളെ. ചീറിക്കൊണ്ട് ലിസിയമ്മ ചാടി എണീറ്റു. ആ ക്ഷണം അവളുടെ കവിളടക്കം അടി വീണു. ലിസി തെറിച്ച് മുന്തിരിച്ചെടിയുടെ തടത്തിലേക്ക് മറിഞ്ഞു. ഗുണ്ടകൾ ജോയ്സിയെയും വലിച്ചുയർത്തി. ലിസി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കീറിയെറിഞ്ഞ വസ്ത്രഭാഗം അവരുടെ മുഖത്ത് വീണു. തൊട്ടു പിന്നാലെ ഹൃദയം പിളരുന്നത് പോലെ മർത്തായുടെ നിലവിളി കേട്ടു. തൻ്റെ പെൺമക്കൾ വിവസ്ത്രകളാക്കപ്പെടുന്നത് മിന്നായം പോലെ ലിസിയമ്മ കണ്ടു. അലക്സ് തോമസിനെ അല്പം ശാന്തനാക്കാനും ആ മനസ്സൊന്ന് തണുപ്പിക്കാനും ആദിയും ലിജോയും അരമണിക്കൂർ എടുത്തു. ചിതറിയ ഒച്ചയിലാണ് അലക്സിന്റെ വാക്കുകൾ പുറത്തു വന്നത്. ആദി, എല്ലാം പോയടാ. ഇക്കണ്ട കാലമെല്ലാം ഞാൻ ഉണ്ടാക്കിയതെല്ലാം, എൻ്റെ ഭാര്യ, മക്കൾ, തോട്ടം എല്ലാം പോയി.
ഞാൻ സഹോദരനെ പോലെ കണ്ടിരുന്ന പച്ചയപ്പൻ ഇന്ന് അവൻ്റെ തനിനിറം ഞാൻ കണ്ടു. കമ്പം മാർത്താണ്ഡനുമായി വന്ന് അവൻ ഗദ്ഗതത്താൽ ഇടയ്ക്കിടെ അലക്സിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. എൻ്റെ മുമ്പിൽ നിർത്തി ഭാര്യയുടെയും മക്കളുടെയും മാനത്തിന് വില പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലടാ. എല്ലാ പ്രമാണങ്ങളിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ ചെക്ക് ലീഫുകളും അവർ ഒപ്പിട്ട് വാങ്ങി. ആരുമില്ലാത്തവൻ്റെ നിസ്സഹായതയും വേദനയും ആ വാക്കുകളിൽ തിങ്ങി. ആദ്യമല്ലേ എഴുന്നേറ്റു. വാതിൽക്കൽ കാത്തു നിന്നിരുന്ന സാജനെയും ലിജോയെയും അവൻ നോക്കി. അതിൽ എല്ലാം അടങ്ങിയിരുന്നു. ആദ്യം ആരെ കാണണം? പച്ചയപ്പനെയോ മാർത്താണ്ഡനെയോ? ലിജോ ചോദിച്ചു. പച്ചയപ്പനെ. പ്രമാണങ്ങളൊക്കെ അവൻ്റെ കയ്യിലല്ലേ? പറഞ്ഞിട്ട് ആദി സാജൻ്റെ നേരെ തിരിഞ്ഞു. സാജ, ഈ വീടിൻ്റെ പിന്നിൽ ഒരു പഴയ ട്രാക്ടർ കിടപ്പുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി നമ്മുടെ ജീപ്പിൽ പിടിപ്പിക്കേ. നമ്മുടേത് കേരള രജിസ്ട്രേഷനാണെന്ന് ആരും അറിയണ്ട. ശരിയടാ. സാജൻ പുറത്തേക്ക് ഓടി. അച്ചായ, ആദി അലക്സിൻ്റെ കരം കവർന്നു. ഞാൻ മടങ്ങി വരുന്നത് വരെ അവിവേകം ഒന്നും കാണിക്കരുത്. നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയേ കരുതാവൂ. മനസ്സിലാകുന്നുണ്ടോ? അലക്സിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. ഞാൻ കൂടി വരട്ടേടാ നിൻ്റെ കൂടെ? വേണ്ട ചായ, ഞങ്ങൾ 3 പേരുണ്ടല്ലോ, അത് മതി. അച്ചായൻ വന്നാൽ സ്വയം നിയന്ത്രിക്കാനാവാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാജൻ മടങ്ങിയെത്തി. നമ്പർ പ്ലേറ്റ് മാറ്റി. ഓക്കെ അച്ചായ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ. സാജനെയും കൂട്ടി ആദിയും ലിജോയും ഇറങ്ങി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ലിസിയമ്മ അപ്പോൾ അലക്സിൻ്റെ മുമ്പിലേക്ക് വന്നു. എല്ലാം പോയില്ല അച്ചായ, നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് മരിച്ചാലോ? ജോയ്സിയും മാർത്തായും പറയുന്നത് അങ്ങനെ തന്നെ. ലിസി, ഞെട്ടലോടെ അലക്സ് ഭാര്യയെ തന്നോട് ചേർത്തു. വേണ്ട മോളെ, നമ്മൾ പോയാൽ ഡേവിഡ് മോനെ ആരുണ്ട്? അവൻ ഒറ്റയ്ക്കാവില്ലേ? മാത്രമല്ല ശത്രുക്കൾക്ക് നമ്മുടെ മരണം സന്തോഷവുമാകും. അത് പാടില്ല. അലക്സിൻ്റെ വാക്കുകൾക്ക് ചൂടേറി. ഇനി ഈ ജന്മത്തിൽ എനിക്ക് ഒരാഗ്രഹമേയുള്ളൂ. പച്ചയപ്പൻ്റെയും മാർത്താണ്ഡൻ്റെയും നെഞ്ചത്ത് ഓരോ റീത്ത് വയ്ക്കണം. അവന്മാർ ചത്തു മലച്ചു കിടക്കുന്നത് എനിക്ക് കൊതി തീരുവോളം കാണണം. ലിസിയമ്മ ഒന്നും പറഞ്ഞില്ല. പകരം ഭർത്താവിനെ അള്ളിപ്പിടിച്ചു. കണ്ണുകൾ അടച്ചിട്ടും അവരുടെ കൺപോളകളെ പിളർത്തി 2 തുള്ളികൾ താഴേക്കിറ്റു. പച്ചയപ്പൻ്റെ മുന്തിരിത്തോട്ടം, ഔട്ട് ഹൗസ്. ലൈറ്റിടാതെ ചെന്ന ജീപ്പ് ഹൈവേയിൽ വലത്തേക്ക് ചേർന്ന് നിന്നു. ഒരു പുളിമര ചുവട്ടിൽ ആദിയും ലിജോയും സാജനും ഇറങ്ങി. ഔട്ട് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ആദി പറഞ്ഞു, അതിനുള്ളിൽ ആളുണ്ട്. അലക്സ് തോമസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര വേഗം ആരെങ്കിലും എത്തുമെന്ന് പച്ചയപ്പൻ കരുതില്ല. മാത്രമല്ല കേരള വിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയുമാണല്ലോ. അത് നേരാ, ലിജോ സമ്മതിച്ചു. എങ്കിലും സൂക്ഷിക്കണം. മൂവരും കരുതലോടെ നീങ്ങി. അപ്പോൾ ഔട്ട് ഹൗസിൽ പച്ചയപ്പൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. കമ്പം മാർത്താണ്ഡനും ഗുണ്ടകളുമെല്ലാം പറഞ്ഞുറപ്പിച്ചിരുന്ന പണം വാങ്ങി സ്ഥലം വിട്ടു കഴിഞ്ഞു. ഈ മുദ്രപത്രങ്ങളുമൊക്കെയായി വീട്ടിലേക്ക് ചെന്നാൽ ഭാര്യ സംശയിക്കും. അതുകൊണ്ടാണ് പച്ചയപ്പൻ അല്പനേരം കൂടി ഔട്ട് ഹൗസിൽ ഇരുന്നത്. ഇരിപ്പിടത്തിന് മുന്നിലെ മേശപ്പുറത്ത് അലക്സിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങളും ചെക്കുകളും പച്ചയപ്പൻ നിരത്തിവെച്ചു. മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയവരെ അയാൾ മനസ്സാ നമിച്ചു. അതുകൊണ്ടാണല്ലോ ഇവിടെയൊരു ലഹളയുണ്ടായതും കേരള വിരുദ്ധ വികാരത്തിൻ്റെ മറവിൽ തനിക്കിതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞതും. എത്രയോ വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന മോഹമാണ് അലക്സിൻ്റെ പൊന്നു വിളയുന്ന തോട്ടം. ഈ മുദ്രപത്രങ്ങളിൽ എഴുതി ചേർക്കേണ്ട വാചകങ്ങൾ വക്കീലിൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ചെക്ക് ലീഫുകളിൽ എത്രയൊക്കെ തുക എഴുതണം. പോലീസിനോട് പരാതിപ്പെട്ടാലും അലക്സിന് പ്രയോജനമില്ല. കെട്ടേണ്ട വിധത്തിൽ എല്ലാം താൻ കെട്ടിയിട്ടുണ്ട്. 2-3 ദിവസം മുമ്പത്തെ തീയതി വെച്ച് താൻ ഈ മുദ്രപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യും. അലക്സിൻ്റെ ഭാര്യയും മക്കളും എന്തായാലും ആത്മഹത്യ ചെയ്യാതിരിക്കില്ല. പിന്നെ അയാളും ഒന്നുകിൽ ജീവനൊടുക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. കണക്കുകൂട്ടലിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി പച്ചയപ്പന്. പെട്ടെന്ന് കറണ്ട് പോയി. അടുത്ത നിമിഷം മുഖത്ത് ഒരു ഉരുക്കുമുഷ്ടി പതിഞ്ഞു. വല്ലാത്തൊരു നിലവിളിയോടെ പച്ചയപ്പൻ പിന്നോട്ട് തെറിച്ചു. ഭിത്തിയിൽ ചെന്നിടിച്ച അയാൾ തറയിൽ വീണു. ഉടൻ ലൈറ്റ് വന്നു. ഞെട്ടലോടെ പച്ചയപ്പൻ തലയുയർത്തി. മുന്നിൽ 2 പേർ. അടുത്ത നിമിഷം ഒരാൾ കൂടി ഔട്ട് ഹൗസിനുള്ളിലേക്ക് കയറി വാതിൽ ബന്ധിച്ചു. പച്ചയപ്പൻ ഞെട്ടലോടെ 3 പേരെയും മാറി മാറി നോക്കി. നീങ്കയാരെ? അയാൾ അലറി. കഴിവേറി, ഒന്ന് പതുക്കെ, അല്ലെങ്കിൽ നിന്റെ മരണം ഇപ്പം തന്നെ സംഭവിക്കും, കേട്ടല്ലോ. ആദി അയാളെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി ഭിത്തിയോട് ചേർത്ത് നിർത്തി. കൈ ചുരുട്ടി നെഞ്ചിനു മധ്യത്തിൽ 4 ഇടി കൊടുത്തപ്പോൾ നിലവിളിക്കാനായി പച്ചയപ്പൻ വായി തുറന്നു. പക്ഷേ കടവായിലൂടെ കൊഴുത്ത ചോരയാണ് പുറത്തേക്ക് ചാടിയത്. അയാളുടെ കണ്ണ് തള്ളി വന്നു. ഇമകൾ വലിച്ചു തുറക്കും പോലെ അയാൾ അവനെ നോക്കി. നീങ്കയാര്? അയാൾ വിക്കി. നീങ്കയോ? നീ ഇനി മലയാളത്തിൽ ശബ്ദിച്ചാൽ മതിയുടെ നായേ. നിനക്ക് പുരാണം അറിയാമോ? ആദി ലിജോയുടെ നേരെ കൈ ചൂണ്ടിക്കാണിച്ചു. ഇത് ചിത്രഗുപ്തൻ, കേട്ടിട്ടുണ്ടോ? ഭൂമിയിലെ ജീവികളുടെ ആയുസ് നോക്കുന്ന സ്വർഗത്തിലെ കണക്കപ്പിള്ളയാ. ഞാൻ കാലൻ. ഇന്നീ ചിത്രഗുപ്തൻ പറഞ്ഞു കണക്ക് പുസ്തകത്തിൽ പച്ചയപ്പൻ എന്ന എരപ്പയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന്. ഇത്രയും കാലം വിത്ത് കാളയെ പോലെ നീ ഇവിടെ കുറെ ആർമാദിച്ചില്ലേ? ആദി ശ്വാസം വലിച്ചുവിട്ടു. വിവരമറിഞ്ഞയുടൻ ഞാൻ എൻ്റെ ഈ ശിഷ്യനെയും കൂട്ടി പുറപ്പെടാനൊരുങ്ങി. അപ്പോൾ ചിത്രഗുപ്തൻ ഒരു ആഗ്രഹം, നിന്നെ പോലെയുള്ള ഒരു 3rd റേറ്റ് പരനറിയുടെ മരണം നേരിൽ കാണണമെന്ന്. ഞാൻ പറഞ്ഞു പോന്നോളെ. ആദിയുടെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ഞെരിഞ്ഞു.
ആദ്യം നിനക്കൊരു വാഹനാപകടമോ വിഷമദ്യ ദുരന്തമോ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് പോരെന്നും ഞാനോ അവനോ നിന്നെ നേരിട്ട് തീർക്കണമെന്നും ശിഷ്യന് വാശി. അവസരം നോക്കിയിരുന്ന് കൂട്ടുകാരൻ്റെ സ്വത്ത് കൈക്കലാക്കുകയും അവൻ്റെ ഭാര്യയും മക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്ന നിന്നെ പോലൊരുത്തനെ ചുമ്മാതങ്ങ് കൊന്നാൽ പോരല്ലോ. ഇവർ വന്ന റൂട്ട് ഏതാണെന്ന് പച്ചയപ്പൻ മിന്നൽ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇത്രയും വേഗത്തിൽ ഇങ്ങനൊരു സംശയമെങ്കിലും തോന്നിയിരുന്നെങ്കിൽ കമ്പം മാർത്താണ്ഡനെയും കൂട്ടരെയും താൻ പറഞ്ഞു വിടുമായിരുന്നില്ല. ഞാൻ പച്ചയപ്പൻ വിക്കി. ഞഞ്ഞാ പുഞ്ഞ പറയാതെ ഇങ്ങോട്ട് വാടാ. ആദ്യം അയാളെ വലിച്ചു കൊണ്ടുവന്ന് അകത്തെ മുറിയിലെ കസേരയിലേക്ക് ഇട്ടു. നിന്റെ ഭാര്യ മക്കളുണ്ടോ വീട്ടിൽ? ഉണ്ട്, അയാൾ പേടിയോടെ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേച്ചു വരാം. എന്താ? അയ്യോ വേണ്ട, അയാൾ തൊഴുതു പോയി. അതെന്താടാ അങ്ങനെ? മുന്നോട്ട് വന്ന് ലിജോ അയാളുടെ കവളടക്കം ഒന്ന് പൊട്ടിച്ചു. അയൽവക്കക്കാരൻ്റെ അടുക്കള വരെ കയറാൻ നീ സ്വാതന്ത്ര്യം കാണിച്ചില്ലേ? നീ സ്വന്തം കാര്യം വന്നപ്പോൾ എന്താടാ സ്റ്റൈല് മാറ്റുന്നേ? ആദ്യം ചോദിച്ചു. അപ്പോൾ സ്വന്തം ചോരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് വിഷമമുണ്ടാകും അല്ലേ? അതേ വികാരം തന്നെയാ അലക്സച്ചായനെന്നും എന്താടാ നീ ഓർക്കാഞ്ഞത്? ലിജോ കാറി തുപ്പി. നീ കീഴ്പ്പെടുത്തി നേടിയതൊന്നും നിനക്കും നിന്റെ കുടുംബത്തിനും പ്രയോജനപ്പെടാതെ പോവുകയാണല്ലോടാ. അവനൊരു സിഗരറ്റ് ചുണ്ടിൽ തിരികെ തീ പിടിപ്പിച്ചു. അതിൻ്റെ പുക വലിച്ചെടുത്തു. പച്ചയപ്പൻ്റെ മുഖത്തേക്ക് ഊതി. ഞാൻ എന്തു വേണേലും തരാം, അയാൾ ചുമച്ചു. അപ്പോൾ കുറച്ച് ചോര കൂടി തിമിട്ടി. പുറം കൈകൊണ്ട് അയാൾ ചോര തുടച്ചു. എങ്കിൽ എനിക്ക് നിന്റെ ഭാര്യയും പെൺമക്കളെയും വേണം. തരുമോടാ? ലിജോ കാലുയർത്തി അയാളുടെ തുടയിൽ ചവിട്ടി നിന്നു. പച്ചയപ്പൻ മിണ്ടിയില്ല. പകരം മിന്നൽ പോലെ അയാൾ അരയിൽ തിരികിയിരുന്ന റിവോൾവർ വലിച്ചെടുത്തു. എന്നാൽ സാജൻ്റെ കാൽ അതിലും വേഗത്തിലാണ് മേലേക്കുയർന്നത്. റിവോൾവർ പച്ചയപ്പൻ്റെ പിടിവിട്ടുയർന്നു. മച്ചിൽ ചെന്നിടിച്ച് അത് താഴേക്ക് വന്നപ്പോൾ ലിജോ കൈനീട്ടിപ്പിടിച്ചു. പറ്റിയാൽ ഞങ്ങളെ അങ്ങ് കാച്ചേക്കാമെന്ന് കരുതി അല്ലേടാ പുല്ലേ? പച്ചയപ്പൻ്റെ തല കുനിഞ്ഞു. ഞങ്ങൾക്ക് സമയം വളരെ കുറവാ. അലക്സിൻ്റെ കയ്യിൽ നിന്ന് നീ ഒപ്പിട്ട് വാങ്ങിയതൊക്കെ ആദ്യം ഇങ്ങെടുക്ക്. അയാൾ മടിച്ചു. ലിജോ അയാളുടെ തലയിൽ തോക്ക് കുത്തി അമർത്തി. പൊട്ടിക്കട്ടടാ. അയ്യോ വേണ്ട, ഞാൻ തരാം. ലിജോ കാൽ പിൻവലിച്ചു. പച്ചയപ്പൻ മേശവലിപ്പ് തുറന്നു. ഒപ്പിട്ട മുദ്രപത്രങ്ങളും ചെക്ക് ലീഫുകളും എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതെടുത്ത് വലിച്ചു കീറുകയാണ് ആദ്യം ചെയ്തത്. പച്ചയപ്പൻ്റെ ചങ്കിടിച്ചു പോയി. തൻ്റെ സങ്കല്പങ്ങളും പ്രതീക്ഷകളുമെല്ലാം നഷ്ടമായിരിക്കുന്നു. പച്ചയപ്പ, ആദ്യം വിളിച്ചു. കുറേ വർഷമായി നീ അലക്സച്ചായൻ്റെ തോട്ടത്തിൽ കണ്ണുവച്ചിരിക്കുകയായിരുന്നു എന്നറിയാം. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നീ അത് മുതലാക്കി തോട്ടം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് തെറ്റ് അല്ലേടാ? അതെ, പച്ചയപ്പൻ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും നീ വീറ് കാണിച്ചു. അതും മാപ്പർഹിക്കാത്ത തെറ്റല്ലേടാ? പച്ചയപ്പന് ഉത്തരമില്ല. അവരിൽ നിന്ന് കവർന്നെടുത്തതൊക്കെ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോടാ? അയാളുടെ തല കുനിഞ്ഞു. മുടിയിൽ പിടിച്ചു തല ഉയർത്തി. ആ കണ്ണുകളിലേക്ക് നോട്ടം കുത്തി നിർത്തി. കഴിയില്ല അല്ലേ? ആദിയുടെ ശബ്ദം മുറുകി. അതുകൊണ്ട് എന്താ ഇതിനൊരു പോം വഴി? നീ തന്നെ പറയടാ. പച്ചയപ്പൻ വിഹ്വലനായി. എന്തു പോം വഴി? അടുത്ത നിമിഷം അയാളുടെ പോക്കറ്റിൽ കിടന്നിരുന്ന ഫോൺ ശബ്ദിച്ചു. ആദിയുടെ കണ്ണുകൾ കൂർത്തു. അവൻ ലിജോയ്ക്ക് ഒരടയാളം കൊടുത്തു. ഞൊടിയിടയിൽ ലിജോ അയാളുടെ കൈകൾ പിന്നോട്ടാക്കി കസേരയ്ക്ക് പിന്നിലേക്ക് വളച്ചു പിടിച്ചു. സാജൻ കീറിയ മുദ്രപത്രത്തിൽ കുറച്ചെടുത്ത് ചുരുട്ടി പച്ചയപ്പൻ്റെ വായിലേക്ക് കുത്തിത്തിരുകി. ഫോൺ ഒരു തവണ ബെല്ലടിച്ചു നിന്നു. അടുത്ത സെക്കൻഡിൽ വീണ്ടും അത് ശബ്ദിച്ചു തുടങ്ങി. ആദി അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് ഫോൺ എടുത്തു. അതിൽ തെളിഞ്ഞ നമ്പർ നോക്കി. ഒരു ലാൻഡ് നമ്പർ. 04712 തിരുവനന്തപുരത്ത് നിന്നുള്ള കാളാണ്. അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ പല്ലാരികൾ തിടുക്കത്തിലാടി. മറ്റുള്ളവരോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചിട്ട് അവൻ കാൾ അറ്റൻഡ് ചെയ്തു. പിന്നെ സ്പീക്കർ മോഡിലാക്കി മേശപ്പുറത്ത് വെച്ചു. ഹലോ, അപ്പുറത്ത് നിന്ന് ശബ്ദം. അവൻ മൂളി. പച്ചയപ്പനല്ലേടാ? വീണ്ടും ശബ്ദം. ആമ സാർ. ആദ്യ ശബ്ദം മാറ്റി പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അതോ, ഞങ്ങളൊരു കളി കഴിഞ്ഞ് വന്നതേയുള്ളൂ. എലിയും പൂച്ചയും കളി. ഓ, അപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു അല്ലേ? ആമാ. അതോടെ അവർക്കൊരു കാര്യം കൂടി വ്യക്തമാവുകയായിരുന്നു. അലക്സ് തോമസിനോട് പച്ചയപ്പൻ ചെയ്തതിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ കരങ്ങളുണ്ട്. അങ്ങ് തലസ്ഥാനത്ത് വരെ അതിൻ്റെ കണ്ണികൾ നീളുന്നു. അപ്പുറത്ത് നിന്ന് വീണ്ടും പറഞ്ഞു. ശരി, ഫോണിലൂടെ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നേരിട്ട് വരാം. ഡോക്യുമെൻറ്റ്സൊക്കെ ഭദ്രമായി സൂക്ഷിച്ചോണം. ശരി. ആദ്യം ഫോൺ കട്ട് ചെയ്തു. പിന്നെ മുണ്ടുയർത്തി ഫോൺ നന്നായി തുടച്ചിട്ട് പച്ചയപ്പൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടു. ആദ്യം വീണ്ടും അയാൾക്ക് നേരെ തിരിഞ്ഞു. വായിൽ നിന്ന് മുദ്രക്കടലാസുകൾ വലിച്ചു നീക്കി. ഒരു കാര്യം കൂടി പറഞ്ഞോ പച്ചയപ്പ? തിരുവനന്തപുരത്ത് നിന്ന് വന്ന കാൾ ആരുടേതായിരുന്നു? ചോര വാർന്നതുപോലെ അയാളുടെ മുഖം ഇളറി. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതെനിക്കറിയാം. എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ? പച്ചയപ്പൻ വിലപിച്ചു. ഞാനെല്ലാം പറയാം. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചത് അയാൾ പൂർത്തിയാക്കും മുമ്പ് ആദ്യം തിരക്കി. വർഗീസ് പുന്നത്ര അല്ലേ? പച്ചയപ്പൻ കിടുങ്ങിപ്പോയി. അത് വേണ്ട, താനിനി ഒന്നും പറയണ്ട. അറിയേണ്ടതൊക്കെ ഞാനിനി പുന്നത്തറയെ കൊണ്ട് പറയിച്ചോളാം. അവൻ വീണ്ടും കർച്ചീഫ് എടുത്ത് പച്ചയപ്പൻ്റെ സെൽഫോൺ എടുത്തു. ഞാൻ പറയുന്നത് പോലെ മാത്രം നീ ചെയ്യണം. ചെയ്യാമോ? ചെയ്യാം. ആദ്യ പച്ചയപ്പൻ്റെ ഇടം കൈയിലേക്ക് ഫോൺ കൊടുത്തു.
ലിജോ അയാളുടെ കയ്യിലെ പിടിവിട്ടു. കസാരയോട് ചേർന്ന് നിന്ന് കഴുത്തിൽ കൈകൾ വച്ചു. എന്തെങ്കിലും മിടുക്ക് കാണിക്കാൻ മുതിർന്നാൽ നിന്റെ കുരവള്ളി ഞാൻ ഞെക്കിപ്പൊട്ടിക്കും. ആദി പച്ചയപ്പൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം തുളച്ചു നിർത്തി. നീ ഇപ്പോൾ തന്നെ കമ്പം മാർത്താണ്ഡനെ വിളിക്കണം. എന്നിട്ട് തനിച്ച് ഇവിടെ എത്താൻ പറയുക. കാരണം ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചെന്ന് പറ. ഫോണിലൂടെ ഒന്നും സംസാരിക്കരുതെന്ന നിർദ്ദേശമെന്നും. അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പച്ചയപ്പന്. അയാൾ ആദി പറഞ്ഞതുപോലെ ചെയ്തു. മാർത്താണ്ഡൻ 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ആദി കണക്ക് കൂട്ടി. അതിനുള്ളിൽ ഇവിടം ക്ലീൻ ആവണം. സാജ, അവൻ വിളിച്ചു. സാജൻ തിരിഞ്ഞു. അലക്സ് തോമസ് ഒപ്പിട്ട പേപ്പറിൻ്റെ ഒരു കഷ്ണം പോലും ആർക്കും കിട്ടരുത്. ശരിയടാ. വലിച്ചു കീറപ്പെട്ട മുദ്രപത്രങ്ങളും ചെക്ക് ലീഫുകളുമെല്ലാം വാരി സാജൻ തറയിലിട്ട് കത്തിച്ചു. ഇനി പച്ചയപ്പൻ്റെ സ്വർഗാരോഹണം. ആദി ചിരിച്ചു. സ്വർഗമല്ല, നരകം, ലിജ തിരുത്തി. അവൻ പെട്ടെന്ന് അയാളെ പിടിച്ചുയർത്തി. സാജൻ അയാളിരുന്ന കസാരയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആദിയുടെ കണ്ണുകൾ വട്ടം ചുറ്റി. മുന്തിരിത്തോട്ടത്തിൽ ഉപയോഗിക്കാൻ ചുറ്റിവെച്ചിരിക്കുന്ന കറുത്ത ഹോസിൽ അവൻ്റെ നോട്ടം മുടക്കി. അതിൽ 3 മീറ്ററോളം പ്ലയർ കൊണ്ട് മുറിച്ചെടുത്ത് അവൻ പരിശോധിച്ചു. ഫ്ലെക്സിബിളാണ്. അവൻ ഹോസ് സാജന് നീട്ടി. സാജൻ മേശപ്പുറത്ത് വെച്ച കസാരയിലേക്ക് കയറി. ഹോസിൻ്റെ ഒരഗ്രം ഫാനിൽ ബന്ധിച്ചു. രണ്ടാമത്തെ അഗ്രത്തിൽ ഒരു കുടുക്കുമിട്ടു. അത് കണ്ട് പച്ചയപ്പൻ ലിജോയുടെ കൈകളിൽ കിടന്നു കുതറി. എന്നെ കൊല്ലരുത്. ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാടാ കൂവേ? നീ ചെയ്ത തന്തയ്ക്ക് പിറക്കഴുകിക്ക് അങ്ങേ ലോകത്ത് ചെന്നിരുന്നെങ്കിലും നീ പരിതപിക്കണം. ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് ഇത്ര വേഗം മടങ്ങേണ്ടി വന്നത് കയ്യിലിരിപ്പ് കൊണ്ടെന്നല്ലോ നിനക്ക് തോന്നണം. പച്ചയപ്പൻ മിടയിറക്കി. ഭീതി കാരണം അയാൾക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല പറഞ്ഞുകൊണ്ട് ആദി ലിജോയെ നോക്കി. പിന്നെ അവൻ രണ്ടുപേരും ചേർന്ന് അയാളെ ബലമായി എടുത്തുയർത്തി കസേരയിൽ നിർത്തി. സാജൻ ആ കുരുക്ക് അയാളുടെ കഴുത്തിലാക്കി. പിന്നെ അയാളെ കസേരയുടെ വിളുമ്പിലേക്ക് നീക്കി നിർത്തി. അനങ്ങിയാൽ നീ തൂങ്ങും, സാജൻ പറഞ്ഞു. പച്ചയപ്പൻ കഴുത്തിലെ ഹോസിൽ പിടിക്കുന്നതിന് പകരം കസേരയുടെ ചാരിയിൽ പിടിച്ചു. കാൽ ഒന്നനങ്ങിയാൽ അയാൾ ബാലൻസ് കിട്ടാതെ വിഷമിച്ചു. മിണ്ടാതെ നിന്നാൽ തനിക്ക് അല്പം കൂടി ആയുസുണ്ടാവും. ആദ്യം മുന്നറിയിപ്പ് കൊടുത്തു. മൂവരും പിന്നോട്ട് മാറി നിന്നു. പച്ചയപ്പന് അല്പം ആശ്വാസം തോന്നി. 7 മിനിറ്റ് കഴിഞ്ഞതും ഹൈവേയിലൂടെ വന്ന് തിരിയുന്ന ഒരു വാഹനത്തിൻ്റെ വെളിച്ചം ജനാലച്ചില്ലിൽ പ്രതിഫലിച്ചു. ആദിയുടെ കണ്ണുകൾ അപകടകരമായി ഒന്ന് മിന്നി. അവൻ വേഗം മുറിയിലെ ലൈറ്റ് അണച്ചു. ഔട്ട് ഹൗസിന് മുന്നിൽ മൂടിയില്ലാത്ത ജീപ്പ് നിന്നു. കണ്ണടയുന്നതുപോലെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. എൻജിൻ ഓഫായി. കമ്പം മാർത്താണ്ഡൻ സീറ്റിലും സ്റ്റിയറിംഗ് വീലിലും കൈയമർത്തി തറയിലേക്ക് ചാടി. അയ്യോ! വാതിൽക്കിലെത്തിയതും അയാൾ വിളിച്ചു. മാർത്താണ്ഡ! പച്ചയപ്പൻ്റെ ശബ്ദം അയാൾക്ക് അപകടം മണത്തു. മാർത്താണ്ഡൻ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ അകത്തെന്തോ വീഴുന്ന ഒച്ച. ഒപ്പം ചാകാൻ പോകുന്ന മൃഗത്തിൻ്റേതുപോലുള്ള പിടച്ചിൽ. ആ ക്ഷണം മുറിയിൽ വെളിച്ചം പരന്നു. ഞെട്ടലോടെ മാർത്താണ്ഡൻ കണ്ടു ഹോസിൽ തൂങ്ങിപ്പിടയുന്ന പച്ചയപ്പൻ. മുറിയിൽ മറ്റാരുമില്ല. വേറൊന്നും ചിന്തിക്കാതെ അയാൾ അകത്തേക്ക് പാഞ്ഞു കയറി. പച്ചയപ്പൻ്റെ കാലുകളിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. അങ്ങനൊന്നും അയാളെ രക്ഷിക്കാൻ കഴിയത്തില്ല മാർത്താണ്ഡ. പിന്നിലൊരു ശബ്ദം. അയാൾ തിരിഞ്ഞു നോക്കി. വാതിലിൻ്റെ മറവിൽ നിന്ന് പുറത്തു വരുന്ന 3 പേർ. ആദ്യം വാതിലടച്ചു ലോക്കിട്ടു. ഡേയ്! മാർത്താണ്ഡന് പച്ചയപ്പനെ വിടാനും വിടാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായി. പച്ചയപ്പൻ പിടഞ്ഞുകൊണ്ടിരുന്നു. കൈകൾ കൊണ്ട് തുടകൾ മാന്തിപ്പറിച്ചു. ആ ക്ഷണം ലിജോ പറന്നുയർന്നു. കൊടുവാളായി അവൻ്റെ വലതുകാൽ മാർത്താണ്ഡൻ്റെ കഴുത്തിൽ പതിഞ്ഞു. ഹോ! പച്ചയപ്പൻ്റെ കാലിലെ പിടിവിട്ട് മാർത്താണ്ഡൻ തെറിച്ചു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു. പച്ചയപ്പൻ ഹോസിൽ കിടന്ന് കോമരം പോലെ തുള്ളി. 2-3 നിമിഷം. പിന്നെ ആ ശരീരം വെട്ടിവലിഞ്ഞ് നിശ്ചലമായി. വീണെടുത്ത് നിന്ന് മാർത്താണ്ഡൻ ചാടി എണീറ്റു. ആ നിമിഷം ആദി അവിടെ കിടന്നിരുന്ന മരക്കസാരയെടുത്ത് അയാളുടെ തലയിൽ ഒറ്റയടി. മാർത്താണ്ഡൻ്റെ തല നടുവെ പിളർന്നതുപോലെ മറ്റുള്ളവർക്ക് തോന്നി. അയാൾ തറയിലേക്ക് തന്നെ വീണു. ചോര കൊണ്ട് ഒരു വലയം തീർത്ത് അവിടെ കിടന്നു പിടഞ്ഞു. ലിജോ, പോയേക്കാം. തറയിൽ കിടന്ന് വെട്ടിപ്പിടയുന്ന കമ്പം മാർത്താണ്ഡനെ ഒന്നുകൂടി നോക്കിയിട്ട് ആദി പിന്തിരിയാൻ ഭാവിച്ചു. ആദി വിട്ടോ, എനിക്കിവിടെ ഇത്തിരി പണി കൂടിയുണ്ട്, ലിജോ പറഞ്ഞു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദിക്കോ സാജനോ വ്യക്തമായില്ല. മടങ്ങും മുമ്പ് ശത്രുവിൻ്റെ പതനം പൂർത്തിയാക്കണമെന്ന് ആദി തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇല്ലെങ്കിൽ പാമ്പിൻ്റെ പക ഉള്ളിലൊളിപ്പിച്ച് അവൻ വീണ്ടും വരുമെന്നും? അതെ, ആദി അർദ്ധശങ്കയോടെ പറഞ്ഞു. പച്ചയപ്പൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച റിവോൾവർ ലിജോ സാജനെ ഏൽപ്പിച്ചു. പിന്നെ അരയിൽ നിന്നൊരു കത്തി വലിച്ചെടുത്തു. ഒരുപാട് പേർക്ക് അംഗവൈകല്യം ഉണ്ടാക്കുകയും അതിലേറെ പേരുടെ പ്രാണനെടുക്കുകയും ചെയ്ത ഈ കഴിവേറിയ മരണം ഉറപ്പാക്കാതെ പോയാൽ നാളെ ഇവൻ ചെകുത്താനായി നമുക്ക് പിന്നാലെ വരും. അത് പാടില്ല. കമ്പം മാർത്താണ്ഡൻ്റെ വലതുകാൽ ലിജോ തൻ്റെ കാൽ കൊണ്ട് തോണ്ടി ഉയർത്തി. പിന്നെ അയാളുടെ തള്ളവിരലിൽ പിടിച്ചുകൊണ്ട് കുതിക്കാലിൻ്റെ അടിഭാഗത്തേക്ക് കത്തി കുറുകെ പിടിച്ചു. തുടർന്ന് ഒറ്റ വലി. ആ! മാർത്താണ്ഡൻ അലറി. സാജൻ കാലുയർത്തി അയാളുടെ മുഖം ചവിട്ടി അമർത്തി. കാലിലെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞകന്നിരുന്നു. അതുവഴി പൈപ്പ് പൊട്ടിയതുപോലെ ചോര പറ്റി. ഇനി 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും ഇവനെ രക്ഷിക്കാൻ കഴിയില്ല. അതിനുള്ളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ചെല്ലാം ഇവൻ ഓർക്കണം. ലിജോ അയാളുടെ കാലിലെ പിടിവിട്ടു. ഒരു വാഴപ്പിണ്ടി പോലെ ആ കാൽ തറയിൽ വീണു. മാർത്താണ്ഡൻ്റെ
വസ്ത്രത്തിൽ തന്നെ കത്തി തുടച്ചുകൊണ്ട് ലിജോ തിരിഞ്ഞു. ഇരുട്ടിനെ മറയാക്കി അവർ മുന്തിരിത്തോട്ടത്തിലൂടെ നടന്നു. 10 മിനിറ്റിനുള്ളിൽ അലക്സ് തോമസിന്റെ വീട്ടിലെത്തി. അലക്സ് അച്ചായോ? വീടിനുള്ളിലേക്ക് കയറുന്നതിനിടയിൽ ആദി വിളിച്ചു. ഞാനിവിടെയുണ്ട്. ഇരുളിൽ നിന്ന് ഒരു നിർവികാര സ്വരം കേട്ടു. ആദി ലൈറ്റിട്ടു. മേശയിൽ തലപ്പുഴ്ത്തിയിരിക്കുകയാണ് അലക്സ് തോമസ്. ആദി അയാൾക്കെതിരെ കസാര നീക്കിയിട്ടിരുന്നു. സാജനും ലിജോയും അല്പം അകന്നിരുന്നു. അച്ചായ? ആദി കൈനീട്ടി അയാളുടെ തോളിൽ തൊട്ടു. അലക്സ് മെല്ലെ തലയുയർത്തി. പെയ്തുകൊണ്ടിരുന്ന അയാളുടെ കണ്ണുകളിലേക്ക് ഒരു മാത്ര ദൃഷ്ടിയുറപ്പിച്ചിട്ടാണ് ആദി സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പറയുന്നത് അച്ചായൻ ശ്രദ്ധിച്ചു കേൾക്കണം. സമചിത്തതയോടെ മാത്രമേ ഇനി ഒരു വാക്കുപോലും അച്ചായനും കുടുംബവും സംസാരിക്കാവൂ. അനാവശ്യമായ ഒരു വാക്ക് ഈ നാവിൽ നിന്ന് അടർന്നാൽ അച്ചായൻ മാത്രമല്ല ഞങ്ങളും അകത്തു പോകും. അലക്സിന്റെ കണ്ണുകൾ പൊടുന്നനെ കുറുകി. ആദി തുടർന്നു. ഒരുപക്ഷെ നാളെ ഇവിടെ പോലീസ് വന്നേക്കും. അപ്പോൾ പച്ചയപ്പൻ്റെയോ കമ്പം മാർത്താണ്ടൻ്റെയോ പേര് പോലും ആരും പറയരുത്. അവരാരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടുമില്ല. മനസ്സിലായോ? അലക്സിന്റെ കണ്ണുകളിൽ ഒരു വിശ്വാസം മിന്നി. അപ്പോൾ നീ അവരെ? ആദി അമർത്തി മൂളി. മാത്രമല്ല അച്ചായൻ ഒപ്പിട്ട് കൊടുത്ത മുദ്രപത്രങ്ങളും ചെക്കുകളും എല്ലാം ഞങ്ങൾ കരിച്ചു കളയുകയും ചെയ്തു. അവന്മാരെ കൊന്നോ? ആ ചെകുത്താന്മാരെ? പുലി മുരളുന്നത് പോലെ ഒരു ശബ്ദം അകത്തെ വാതിൽക്കൽ നിന്ന് കേട്ടു. ആദി അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ലിസിയമ്മ. നിങ്ങളെ ദ്രോഹിച്ചവരെ പിന്നെ ഞാൻ ബാക്കി വയ്ക്കുമോ അമ്മാവേ? ആദി പല്ലമർത്തി. ലിസിയമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം പരന്നു. എനിക്കിപ്പോഴാ ആദി അല്പം ആശ്വാസം തോന്നുന്നത്. ആദി തലയാട്ടി. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. ഡേവിഡിനെ പോലും ഇതറിയിക്കാൻ പാടില്ല. ജോയ്സിനോടും മാർത്തയോടും പറയണം എല്ലാം ഒരു ദുസ്വപ്നമായി കരുതാൻ. ആദി എഴുന്നേറ്റു. അലക്സും. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണ ചായ. അലക്സ് അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുയർത്തി. പിന്നെ ആ കയ്യിൽ ഒരു മുത്തം നൽകി. എൻ്റെ തോട്ടം തിരിച്ചു തന്നതിനല്ല, അവന്മാരെ കൊന്നതിന്. സമയം ഒട്ടും കളയാതെ ആദിയും പരുന്ത് ലിജോയും സാജനും അവിടെ നിന്ന് ഇറങ്ങി. വണ്ടിപ്പെരിയാർ, തങ്കമല ടീ എസ്റ്റേറ്റ്. തോട്ടവും ലയങ്ങളുമെല്ലാം മഞ്ഞു മൂടിക്കിടന്നു. സമരസമിതി അംഗം സഹദേവൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. കട്ടിലിൽ കിടക്കും. അല്പം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിരിക്കും. പെട്ടെന്ന് വൈബ്രേറ്റ് മോഡിൽ കിടന്നിരുന്ന അയാളുടെ ഫോൺ വിറച്ചു. അതിൽ നിന്ന് നീല വെളിച്ചം ചുറ്റും ചിതറി. സഹദേവൻ ഫോൺ എടുത്തുകൊണ്ട് വേഗം തിണ്ണയിലേക്ക് ഇറങ്ങി. അസ്ഥിയിൽ തുളഞ്ഞു കയറുന്ന അയാൾ സ്വരം താഴ്ത്തി അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകമായിരുന്നു. സഹദേവ, അവനങ്ങോട്ട് വരുന്നുണ്ട്. വന്നോട്ടെ സാർ, ഞാൻ കാത്തിരിക്കുകയാ. എങ്കിൽ നീ റോഡിലേക്ക് ചെല്ല്. ശരി. കാൽ കട്ട് ചെയ്ത് തലയിൽ ഒരു മഫ്ലർ ചുറ്റിക്കൊണ്ട് സഹദേവൻ പുറത്തേക്കിറങ്ങി. തേയിലത്തോട്ടത്തിനിടയിൽ പെരുമ്പാമ്പിനെ പോലെ വളഞ്ഞു കിടന്ന മൺ റോഡിലൂടെ താഴെ ഗവി റോഡിലെത്താൻ സഹദേവൻ 10 മിനിറ്റോളം എടുത്തു. അവിടെ ചുമട് താങ്ങിപ്പോലെ ഉണ്ടാക്കിയ കല്ലിൽ അയാൾ കയറിയിരുന്നു. മലയെ തഴുകി ഒരു വെളിച്ചം അകന്നുപോയി. സഹദേവൻ തലതിരിച്ചു നോക്കി. അകലെ നിന്ന് വരുന്ന 2 പ്രകാശഗോളങ്ങൾ. വളരെ സാവധാനത്തിലായിരുന്നു അതിൻ്റെ വരവ്. 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അടുത്തെത്തി നിന്നു. ഒരു ജീപ്പ്. സഹദേവൻ ഡ്രൈവറായിരുന്ന ഭാഗത്തേക്ക് ചെന്നു. ഡ്രൈവർ ശശി തല പുറത്തേക്ക് നീട്ടി. കാളിയനെന്തിയേ? സഹദേവൻ ശബ്ദം താഴ്ത്തി. ശശി പടുത്ത താഴ്ത്തിയിട്ട ജീപ്പിനുള്ളിലെ ഇരുളിലേക്ക് തലതിരിച്ചു. സഹദേവൻ വേഗം ബോണറ്റിനെ വലം വെച്ച് ചെന്നു കോ ഡ്രൈവർ സീറ്റിലിരുന്നു. ശശി അവിടെ ഇട്ട് തന്നെ ജീപ്പ് തിരിച്ചു. യാത്രക്കിടയിൽ സഹദേവൻ ശശിയുടെ തോളിൽ കൈവച്ചു. അയാൾ ബ്രേക്ക് അമർത്തി. സഹദേവൻ പിന്നിലെ ഇരുട്ടിലേക്ക് തലതിരിച്ചു പറഞ്ഞു. ഇവിടെയാ നമ്മുടെ ആദ്യത്തെ ഇര. നായ മുറുമുറുക്കും പോലെ ഒരു ശബ്ദം പിന്നിൽ കേട്ടു. പടുത ഉയർത്തി ചെമ്പട്ടിക്കാളിയൻ പുറത്തിറങ്ങി. ഒരു ചെറിയ വീടായിരുന്നു അവിടെ. ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽപ്പുണ്ട്. കോടമഞ്ഞ് കാരണം അതിൻ്റെ വെളിച്ചം മെഴുകുതിരി പോലെ തോന്നിച്ചു. കാളിയൻ മുറ്റത്തേക്ക് ചെന്നു. അവിടെ ഒരു ജീപ്പ് കിടന്നിരുന്നു. അതിനുള്ളിലേക്ക് എന്തോ വെച്ചിട്ട് കാളിയൻ പെട്ടെന്ന് മടങ്ങി വന്നു ജീപ്പിൽ കയറി. അവർ കുമളി വണ്ടിപ്പെരിയാർ റോഡിലെത്തിയതും പിന്നിൽ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു. സഹദേവൻ തല പുറത്തേക്കിട്ട് നോക്കി. വീട്ടുമുറ്റത്ത് തീമല. അത് ആകാശത്തേക്ക് ഉയർന്നു. നേരം പുലർന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായാണ്. വണ്ടിപ്പെരിയാറിലും പരിസരത്തുമായി 10ഓളം തമിഴ് വീടുകൾ ആക്രമിക്കപ്പെട്ടു. വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ബോംബേറുണ്ടായി. ആളപായമില്ല എന്നതായിരുന്നു ഏക ആശ്വാസം. മാധ്യമപ്പട വണ്ടിപ്പെരിയാറിൽ പാഞ്ഞെത്തി. കട്ടപ്പനയിൽ നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് എത്തി. അതിനു പിന്നാലെ കോട്ടയത്ത് നിന്ന് റിസർവ് പോലീസിന്റെ ഒരു വണ്ടിയും എത്തി. ജനപ്രളയം. റോഡുകൾ ബ്ലോക്കായി. തമിഴ്നാട്ടിൽ കേരളീയൽ ആക്രമിക്കപ്പെട്ടതിന് ബദലായി ഇവിടെ തമിഴർ ആക്രമിക്കപ്പെട്ടതായി വാർത്ത പരന്നു. ഇന്നലെ വരെ സ്നേഹപൂർവ്വം പെരുമാറിയിരുന്ന തമിഴരും മലയാളികളും അതോടെ ബദ്ധവൈരികളെ പോലെ പരസ്പരം നോക്കാൻ തുടങ്ങി. ഏത് നിമിഷവും ഒരു തമിഴ് മലയാളി ലഹള ഉണ്ടായേക്കാവുന്ന അവസ്ഥ. വണ്ടിപ്പെരിയാറിൽ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ ഒരു ഭാഗത്ത് മലയാളികളും മറുഭാഗത്ത് തമിഴരും സംഘടിച്ചു. അവർക്കിടയിൽ പോലീസുകാർ കരുതലോടെ നിന്നു. ഒരു പോലീസ് വാഹനത്തിന്റെ മൂളൽ. ആളുകൾ തിരിഞ്ഞു നോക്കി. പൈനാവിൽ നിന്ന് SP-യും ഒരു ജീപ്പ് നിറയെ പോലീസുകാരും എത്തി. CI പരശുറാമും SI രാധാചന്ദ്രനും ഓടിയെത്തി. SP-ക്ക് മുന്നിൽ അറ്റൻഷനായി. DYSP അപ്പോൾ സമരപന്തലിന്റെ ഭാഗത്തായിരുന്നു. SP പരശുറാമിനോടും രാധാചന്ദ്രനോടും വിവരങ്ങൾ തിരക്കി. സാർ, പരശുറാം പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകേണ്ട യാതൊരു അവസ്ഥയും ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഒരു പക്ഷേ പ്രശ്നമുണ്ടാക്കാൻ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാകാം. SP അമർത്തിയൊന്നു മൂളി. അടുത്ത നിമിഷം അയാളുടെ ഫോൺ ശബ്ദിച്ചു.